രൂപയുടെ മൂല്യം എങ്ങോട്ടാണ്? നമ്മൾ 1947 ഒരു രൂപ വാസ് ഈക്വൽ ടു $1. അതായത് $1 രൂപയുടെയും ഡോളറിന്റെയും എക്സ്ചേഞ്ച് വാല്യൂ സെയിം ആയിരുന്നു എന്നർത്ഥം. 1:1 അതായിരുന്നു. ആ രൂപയാണ് ഇപ്പോ ഇന്നലെ 90.12 രൂപ ഈസ് ഈക്വൽ ടു $1 എന്ന രീതിയിലേക്ക് മൂക്കുകുത്തിയത്. എന്തുകൊണ്ടാണ് രൂപയുടെ മൂല്യം ഇത്ര കണ്ട് കുറയാൻ ഇടയായത്? അതിലേക്ക് പല കാരണങ്ങൾ ഉണ്ട്. ഒന്നാമത് ട്രംപ് 2025 അവസ്ഥയാണ്. ട്രംപ് ഭരണത്തിൽ ഏറ്റതിന് ശേഷം തുടങ്ങിയ വ്യാപാര യുദ്ധം. അതിനു മുൻപ് തന്നെ രൂപയുടെ മൂല്യം ചാഞ്ചാട്ടത്തിലായിരുന്നു. വെസ്റ്റ് ഏഷ്യയിലെ പ്രശ്നങ്ങള് ആയിരുന്നു പ്രധാനപ്പെട്ട കാരണം. യുക്രൈൻ, റഷ്യ, അതുപോലെ തന്നെ ഗാസ, ഇസ്രയേൽ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. റഷ്യക്കെതിരെ കൊണ്ടുവന്ന ഉപരോധം, അങ്ങനെ പല കാരണങ്ങളും ഈ ആഗോള തലത്തില് കറൻസി ഫ്ലക്ച്വേഷന് ഒക്കെ കാരണങ്ങളായിരുന്നു. അതുപോലെ ഇന്ത്യൻ രൂപയുടെ കാര്യത്തിലും അതുണ്ടായിരുന്നു. അപ്പൊ ഈ 2025 ഇദ്ദേഹം, അതായത് ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി വന്നതിന് ശേഷം വ്യാപാര യുദ്ധം അതികലശലായി. അതുവരെ, അതായത് അപ്പൊ നമ്മളൊരു കാര്യം ഓർക്കണം, നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വാങ്ങുന്ന രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ അത് അമേരിക്കയാണ്. ആ അമേരിക്കയിലേക്ക് നാം കയറ്റി അയച്ചിരുന്ന പല ഉൽപ്പന്നങ്ങളും 0 എക്സ്പോർട്ട് ഡ്യൂട്ടിയിലാണ് കയറ്റി അയച്ചിരുന്നത്. അതായത് അവരുടെ ഇമ്പോർട്ട് ഡ്യൂട്ടി, അവിടേക്കുള്ള ഇമ്പോർട്ട് ഡ്യൂട്ടി 0 ആയിരുന്നു പല ഉൽപ്പന്നങ്ങൾക്കും. ആ ഉൽപ്പന്നങ്ങളൊക്കെ ഇനി അങ്ങനെ കയറ്റി അയച്ചാൽ ഞങ്ങൾ വാങ്ങില്ല, അതിൻ്റെയൊക്കെ തീരുവ വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞ് ട്രംപ് ആദ്യം 25% തീരുവ എന്ന് ഫിക്സ് ചെയ്യുന്നു. അതിന് ചില ഉപാധികളും വെച്ചു. 25% നിർത്തിയപ്പോൾ തന്നെ ചില ഉപാധികൾ വെച്ചു. റഷ്യയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള എണ്ണ ഉൽപ്പന്നങ്ങളുടെ 45% വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണ്. അത് കുറയ്ക്കണം, അത് കുറച്ച് അത് ഇല്ലാതെയാക്കണം, അല്ലെങ്കിൽ വളരെയധികം കുറയ്ക്കണം എന്ന കണ്ടീഷൻസ് വെച്ചിരുന്നു. അതുപോലെ വേറൊരു കണ്ടീഷൻ വെച്ചിരുന്നത്, ഇന്ത്യയിലേക്ക് അമേരിക്കയുടെ കാർഷിക ഉൽപ്പന്നങ്ങളും പാൽ ഉൽപ്പന്നങ്ങളും ഇറക്കുമതി ചെയ്യാൻ സമ്മതിക്കണം. അതിനെ ഇന്ത്യ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞാൽ, ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ്. അമേരിക്കയിലെ 2% പോപ്പുലേഷനാണ് കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്നതെങ്കിൽ ഇന്ത്യയിലെ 48% ജനങ്ങൾ കൃഷിയിലാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു രാജ്യത്തേക്ക് അമേരിക്കയിൽ കോർപ്പറേറ്റ് രീതിയിൽ കൃഷി ചെയ്തുണ്ടാക്കുന്ന ധാരാളമായ കാർഷിക ഉൽപ്പന്നങ്ങളോ പാലുൽപ്പന്നങ്ങളോ ഇന്ത്യയിലേക്ക് വളരെ വില കുറച്ചു കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ കൊണ്ടുവന്ന് ഇവിടുത്തെ വിപണി അവരെടുത്താൽ പിന്നെ ഇവിടുത്തെ കർഷകർ ആത്മഹത്യ ചെയ്യുന്ന നിവൃത്തിയുള്ളൂ. അതുകൊണ്ടാണ് അതിന് ഇന്ത്യ ഈൽഡ് ചെയ്യാതിരുന്നത്. അപ്പൊ ഈ കാരണങ്ങൾ ഒക്കെ കാരണം കൊണ്ട് ട്രംപ്, അതായത് റഷ്യയിൽ നിന്നുള്ള ഓയിൽ നിർത്താൻ ആദ്യം വിസമ്മതിച്ചു ഇന്ത്യ. എന്തുകൊണ്ട് വിസമ്മതിച്ചു? കാരണം റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നത് ഇന്ത്യൻ കറൻസിയിൽ തന്നെയാണ്. അതുപോലെ റഷ്യയും ഇന്ത്യയിൽ നിന്ന് നല്ലവണ്ണം വാങ്ങുന്ന, ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വാങ്ങുന്ന 2ാമത്തെ രാജ്യം റഷ്യയാണ്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തില് റഷ്യയിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഓയില്, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, ഇതൊക്കെ വേണ്ട എന്ന് വെക്കുക ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ചും പെട്രോളിയം ഉൽപ്പന്നങ്ങൾ. അങ്ങനെ ആ ഒരു തീരുമാനത്തിൽ നിന്നതുകൊണ്ട് ട്രംപ് 25% തീരുവ ചുമത്തിയത് അതിന്റെ 100% എന്ന് വെച്ചാൽ 50% ഉയർത്തി. അതോടുകൂടി അമേരിക്കയിലേക്ക്, അതായത് നമ്മള് സമുദ്രോൽപ്പന്നങ്ങൾ, കൊഞ്ചു പോലെയുള്ള സമുദ്രോൽപ്പന്നങ്ങളൊക്കെ വളരെ കുറഞ്ഞ തീരുവയിൽ എക്സ്പോർട്ട് ചെയ്തിരുന്ന 50% തീരുവ വന്നതോടുകൂടി ആ എക്സ്പോർട്ട്സ് ഒക്കെ ഒരുപാട് ഇടിഞ്ഞു. അതുപോലെ നമ്മുടെ സ്വർണം, വജ്ര ആഭരണങ്ങള് നമ്മൾ വലിയ തോതിലാണ് അമേരിക്കയിലേക്ക്, അത് 0% ഇറക്കുമതി ചുങ്കമായിരുന്നു അന്നുണ്ടായിരുന്നത്. അത് അവര് 50% ഇറക്കുമതി ചുങ്കമാക്കിയതോടുകൂടി അതിൻ്റെയും കയറ്റുമതി കുറഞ്ഞു. അങ്ങനെയൊക്കെ വന്നപ്പോൾ ഇന്ത്യയുടെ ട്രേഡ് ഡെഫിസിറ്റ് വലിയ തോതിൽ, 2025 ട്രേഡ് ഡെഫിസിറ്റ് വലിയ തോതിൽ ഇടിഞ്ഞു. എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ രൂപയുടെ മൂല്യം ഡോളറുമായിട്ടുള്ള എക്സ്ചേഞ്ചിൽ ഒരുപാട് താഴേക്ക് പോയി. അങ്ങനെ താഴേക്ക് പോയപ്പോൾ ഓർമ്മിക്കണം, നമ്മൾ അറിയേണ്ട കാര്യങ്ങളുണ്ട്. അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ രൂപയുടെ മൂല്യം ഡോളറുമായിട്ടുള്ള താരതമ്യത്തിൽ പിടിച്ചു നിർത്താൻ വേണ്ടി ഓഗസ്റ്റ് മാസത്തിൽ 770 കോടി ഡോളറാണ് റിസർവ് ബാങ്കിന്റെ ശേഖരത്തിൽ നിന്ന് വിറ്റഴിച്ചത്. അതുപോലെ തന്നെ സെപ്റ്റംബറിലെ 791 കോടി ഡോളറാണ് വിറ്റഴിച്ചത്. ആകെപ്പാടെ ട്രംപ് വന്നതിന് ശേഷം 2025
$2600 കോടി ഇന്ത്യ വിപണിയിൽ വിറ്റഴിച്ചത്. അതായത് അവിടെ വിപണിയിൽ ഡോളറിന്റെ ഒരു സ്കേഴ്സിറ്റി ഫീൽ ചെയ്യുമ്പോൾ രൂപയുടെ മൂല്യം പെട്ടെന്ന് ഇടിയും. അത് ഇടിയാതിരിക്കാൻ വേണ്ടി അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അതിന്റെ ബാക്കിംഗ് ആയിട്ട് ശേഖരണത്തിൽ വെച്ചിരിക്കുന്ന ഗോൾഡ് 880 ടണ്ണോളം ഗോൾഡ് ഉണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കയ്യിൽ. അതിൽ നിന്ന് ഗോൾഡ് എടുത്ത് വിപണിയിലേക്ക് വിടുന്നു. അങ്ങനെ വിടുമ്പോൾ രൂപയുടെ മൂല്യം മെച്ചപ്പെടും, ഡോളറുമായിട്ടുള്ള ഇടും. അതുപോലെ തന്നെ രൂപയുടെ മൂല്യം നന്നായി മെച്ചപ്പെട്ടു വന്നാൽ അപ്പോൾ അതങ്ങ് ആ സെയില്, പുറത്തേക്കുള്ള സെയിൽ അങ്ങ് നിർത്തും. അങ്ങനെയാണ്. അങ്ങനെ ചെയ്തിട്ട് പോലും ഏകദേശം 4.5% ഡിക്ലൈൻ, അതായത് രൂപയുടെ മൂല്യം ഡോളറുമായിട്ടുള്ള രൂപയുടെ മൂല്യത്തിൽ 4.5% ഡിക്ലൈൻ ഉണ്ടായി എന്നാണ് പറയുന്നത്. അപ്പോ ഇതിനകത്ത് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും, അതായത് ഈ നമ്മളിപ്പോഴും യുദ്ധോപകരണങ്ങളും അങ്ങനെ, അതായത് ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട അമേരിക്കയുമായിട്ടുള്ള കരാറുകളൊക്കെ ഇപ്പോഴും അനുസ്യൂതമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ മറ്റു വ്യാപാര കരാറുകളിൽ ഇന്ത്യ കുറച്ചുകൂടി ശുഷ്കാന്തിയോടുകൂടി ഇടപെടേണ്ടതായിരുന്നു. അതുകൊണ്ടാണ് ഇന്ത്യയുടെ രൂപയുടെ മൂല്യം ഇത്രയധികം മൂക്കുകുത്തിയത്. ട്രംപിന്റെ ട്രേഡ് വാർ കുറച്ചെങ്കിലും താഴേക്ക് കൊണ്ടുവരത്തക്ക രീതിയിൽ സമരസപ്പെട്ട് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പം നമ്മുടെ ആ ട്രേഡ് ഡിപ്ലോമസി അത് നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്യാൻ ശ്രമിച്ചു. അതായത് UK-യിലേക്ക്, യൂറോപ്യൻ യൂണിയനിലേക്ക്, അങ്ങനെ മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ നമ്മുടെ കയറ്റുമതി വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ അതൊക്കെ ഒരു പരിധി വരെ വിജയിക്കൂ. അമേരിക്ക എന്ന ദ ഹയസ്റ്റ് GDP ഉള്ള രാജ്യം, റിച്ചസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ്, അവര് വാങ്ങുന്നത്ര വാങ്ങാൻ ശേഷിയുള്ളതല്ല യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട രാജ്യങ്ങളോ അല്ലെങ്കിൽ UK പോലെയുള്ള രാജ്യങ്ങളോ. അപ്പം അതുകൊണ്ട് നമ്മുടെ ആ ഡിപ്ലോമസി, അമേരിക്കയുമായിട്ടുള്ള ഡിപ്ലോമസി കുറച്ചുകൂടി കറക്റ്റ് ചെയ്ത് അവരുമായിട്ടുള്ള ട്രേഡ് റിലേഷൻസ് കുറച്ചും കൂടി മെച്ചപ്പെട്ട് നിർത്തുന്നത് എല്ലാ തരത്തിലും നമുക്ക് നല്ലതായിരിക്കും. നമുക്കറിയാം H-1B വിസയുടെ കാര്യത്തിലൊക്കെ എടുത്ത തീരുമാനം ട്രംപ്, അതിൽ നിന്നൊക്കെ ട്രംപ് കുറച്ച് താഴേക്ക് വരുന്നുണ്ട്. കാരണം ഇന്ത്യയുടെ കാര്യത്തില് ഇന്ത്യയിൽ നിന്ന് യഥാർത്ഥത്തിൽ ഇന്റലിജന്റ് ആയിട്ടുള്ളവരാണ് അമേരിക്കയിലൊക്കെ H-1B വിസ വഴി ചെല്ലുന്ന എക്സ്പെർട്സ് ആണ്. അപ്പൊ അവരെ വേണ്ടാന്ന് വെക്കാനായിട്ട് അമേരിക്കയുടെ സിസ്റ്റമോ സമ്മതിക്കില്ല. അങ്ങനെയൊക്കെയുള്ള അനുകൂല സാഹചര്യങ്ങളെ ഡിപ്ലോമാറ്റിക് തലങ്ങളിൽ നന്നായി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ 50% തീരുവ എന്നുള്ളത് 25-ൽ താഴെ ഒരു 20%-ലേക്കോ 15%-ലേക്കോ ഒക്കെ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ഇന്ത്യൻ രൂപയുടെ മൂല്യം പഴയതുപോലെ ഒരു 75-80-ലേക്കൊക്കെ എത്തിയേക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇനിയും മോശമായി പോകാനാണ് സാധ്യത.